നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ അവൻ ചെയ്തപ്പോൾ, കർത്താവിന്റെ വാക്കിനെ അവൻ അനുസരിച്ചപ്പോൾ, ജീവനും ആത്മാവുമാകുന്ന അവന്റെ വചനത്തെ അവൻ അനുസരിച്ചപ്പോൾ, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. കണ്ടോ? ആത്മീക വിഷയത്തിൽ മാത്രമല്ല നിറവ് വെളിപ്പെട്ടത്. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഭൗതിക വിഷയത്തിലും വലിയ നിറവ് അവിടെ വെളിപ്പെടുകയാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. എൻ്റെ കൂടെ ഒന്ന് വാ തുറന്ന് പറഞ്ഞ എല്ലാവരും, എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും വേണ്ടതെല്ലാം യേശുവിന് തരാൻ കഴിയും. യേശു എൻ്റെ ആത്മാവിന്റെയും എൻ്റെ ശരീരത്തിന്റെയും കർത്താവാണ്. യേശു എൻ്റെ ആത്മീയ വിഷയത്തിന്റെയും എൻ്റെ ഭൗതിക വിഷയത്തിന്റെയും ദൈവമാണ്. വിശ്വസിക്കുന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റ് പടകിലുള്ള കൂട്ടാളികളെ സഹായിക്കുവാൻ മാടി വിളിച്ചു. നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, സോയ ലൈഫ് ക്രിസ്തുവിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെട്ടാൽ, കർത്താവ് നിന്റെ ജീവിതമാകുന്ന പടകിൽ വന്നാൽ, നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുന്നവരാകാൻ പോകുന്നു. ഹല്ലേലൂയ. അവന്റെ പടകിലുള്ള മറ്റു പടകിലുള്ളവരെയും കൂടെ മാടി വിളിച്ചു, സഹായിപ്പാൻ മാടി വിളിച്ചു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവർ വന്ന് 2 പടകും മുങ്ങുമാറാകുവോളം നിറച്ചു. പടകുകൾ മുങ്ങുമാറാകുവോളം നിറച്ചു. ഞാൻ ഇതുപോലെ മറ്റൊരു സംഭവം കാണുന്ന പ്രിയരെ, നിങ്ങൾ വേഗത്തിൽ വരണം. ആ ഒരു ഭാഗം നിങ്ങൾ വായിക്കും. അത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ്. 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. യേശു കർത്താവ് ആ തിബരിയാസ് കടലിൽ പ്രത്യക്ഷമായപ്പോൾ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ലൂക്കോസ് 5 വരുമ്പോഴും പത്രോസ് ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. എവിടെങ്കിലും ശൂന്യത വെളിപ്പെടുന്നെങ്കിൽ, എവിടെങ്കിലും പ്രതീക്ഷിച്ച കാര്യം നടക്കാതിരിക്കുന്നെങ്കിൽ, എവിടെങ്കിലും ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ പോകാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അതിന്റെ പിറകിൽ ഒരു ദൈവ പദ്ധതി ഉണ്ട്. അതിന്റെ പിറകിൽ ദൈവത്തിനൊരു വലിയ പർപ്പസ് ഉണ്ട്. അന്ന് രാത്രിയിലും അവർക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഈ ഭാഗം ശ്രദ്ധിക്കണം. മീന്റെ പെരുപ്പം ഹേതുവായി ആ വല പൊക്കാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ കുറെ പേര് പിന്മാറ്റത്തിൽ പോയി. പിന്നെയും മീൻ പിടിക്കാൻ തിബിരിയാസ് കടലിൽ പോയി. ആ രാത്രിയിൽ അവർക്ക് ഒരു മത്സ്യവും കിട്ടിയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ ആ കടൽക്കരയിൽ അവർക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് അവരോട് പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്തോട്ട് വീശാൻ. പക്ഷെ യേശു ആണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല, കണ്ടിട്ട് തിരിച്ചറിഞ്ഞുമില്ല. എന്നാൽ ആ മീൻപിടുത്തത്തിൽ അവർക്ക് വലിയ മത്സ്യങ്ങളെ ലഭിച്ചു. 153 വലിയ മത്സ്യങ്ങളെ കിട്ടി.
അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതിനും അർത്ഥമുണ്ട്. ഞാൻ വരുന്നു. ഇത് നിങ്ങളോടുള്ള സന്ദേശമാണ്. എന്നാൽ ഈ വല ഫുള്ളായി, നെറ്റ് ഫുള്ളായി, വല നിറഞ്ഞു. ഇത് പൊക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. ഈ വല ഇവർക്ക് പൊക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വലയിലോട്ടൊന്ന് നോക്കി. നെറ്റ് ഫുള്ളാണ്. സംഭവം പൊക്കാൻ മേല, അത്ര നിറഞ്ഞിരിക്കുകയാണ്. അവർ ചിന്തിച്ച ചിന്തകൾക്കും അവരുടെ കപ്പാസിറ്റിക്കും അപ്പുറമായത് ഫുള്ളാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ് യോഹന്നാൻ, നെറ്റ് ഫുള്ളാണോ? ഇത് പൊക്കാൻ പറ്റുന്നില്ലയോ? നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണോ ഇത്? എന്നാ അത് കർത്താവാണ്, എന്നാൽ അത് യേശുവാണെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ചിന്തയ്ക്കും എന്റെ ബുദ്ധിക്കും എന്റെ കഴിവുകൾക്കും അപ്പുറമായ ഒരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടാൽ അത് എന്റെ കഴിവല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ ചിന്തയല്ല, അത് കർത്താവാണ്. എവിടെ സൂപ്പർ നാച്ചുറൽ ഉണ്ടോ അത് കർത്താവാണ്. എവിടെ ഞാൻ ചിന്തിച്ചതിനും അപ്പുറമായ നിലകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ അത് കർത്താവാണ്. എവിടെ ഞാൻ വിചാരിച്ചതിനേക്കാൾ അതീതമായ നിലകളിൽ, അത്ഭുതകരമായ നിലകളിൽ എന്നെ എന്റെ ദൈവം നടത്തുന്നുണ്ടോ അത് യേശുവിന്റെ കരമാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. നിങ്ങൾ ആരോഗ്യത്തോടെ എന്നെ കേൾക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. നിങ്ങൾ കഴിച്ച ആഹാരം, നിങ്ങൾ കുടിച്ച വെള്ളം, നിങ്ങൾ പാർത്ത ഭവനം, നിങ്ങൾ ധരിച്ച വസ്ത്രം, നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കരുതലാണ് എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ പറയുന്നു, നെറ്റ് ഫുള്ളാണോ? നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണോ കാര്യങ്ങൾ പോയേക്കുന്നത്? സംശയിക്കണ്ട. എന്നാൽ അത് യേശുവാണ്, എന്നാൽ അത് കർത്താവാണ്. അടുത്തൊരു സംഭവം കേൾക്കണോ? അത്ര ഉണ്ടായിട്ടും അവരുടെ നെറ്റ്, വല കീറിയില്ല. എന്താ കാരണം? കാരണം യേശു കർത്താവിന്റെ വാക്ക് കേട്ടാണ് അവർ മീൻ പിടിച്ചത്. യേശു കർത്താവ് തന്നെയാണ് ആ മത്സ്യത്തെ അവരുടെ നെറ്റിൽ കൊടുത്തത്. കർത്താവ് കൊടുത്തതൊന്നും ചോർന്നു പോകുകയില്ല. കർത്താവ് കൊടുത്തതൊന്നും പൊട്ടി സൈഡേ കൂടെ പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഈ മെസ്സേജ് ആരേറ്റെടുക്കും? ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏത് വ്യക്തി ദൂത് ഏറ്റെടുക്കും? ദൈവം തന്നതാണെങ്കിൽ, എന്റെ ചിന്തകൾക്കപ്പുറമായി ദൈവമാണത് തന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ബിസിനസ് തന്നത് ദൈവമാണെങ്കിൽ അത് തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ അഭിഷേകം എന്റെ മേൽ പകർന്നത് ദൈവമാണെങ്കിൽ അത് ചോർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ശുശ്രൂഷയും കൃപാദാനങ്ങളും കൃപാവരങ്ങളും എന്റെ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ അതില്ലാതെയാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ബന്ധങ്ങൾ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ ആ ബന്ധങ്ങൾ ശിഥിലമാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവാണ് ഈ നെറ്റിനകത്ത്, വലയ്ക്കകത്ത് മീൻ കയറ്റിയതെങ്കിൽ അത് കപ്പാസിറ്റിക്കും അപ്പുറമാണെങ്കിൽ, നെറ്റ് പൊട്ടിപ്പോകേണ്ട സാഹചര്യമാണെങ്കിലും നെറ്റ് പൊട്ടുകയില്ല, ഇറങ്ങി പോകുകയില്ല. കാരണം അത് ദൈവം നൽകിയതാ. ആരോടോ കർത്താവ് അറിയിക്കുന്നു, ദൈവം തന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്, ഇന്ന് എടുത്ത വിഷയം തന്നെ ജീവിപ്പിക്കുന്ന ആത്മാവ്, സോയ ലൈഫ് എന്ന വിഷയമാണ്. ലൈഫ്, ജീവൻ തരുന്ന ആത്മാവ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ. എൻ്റെ വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു എന്ന് ഈ പകലിൽ നാം കേട്ടെങ്കിൽ പ്രിയരെ, അത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ടച്ച് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ സംസാരിക്കും, എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മദ്യപാനത്തിന്റെ പിടിയിലായിരിക്കാം, അവർ പാപത്തിന്റെ പിടിയിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ അസമാധാനം നിലകൊള്ളുന്നുണ്ടായിരിക്കാം, സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. വാ തുറന്ന് പറഞ്ഞ്, സമൃദ്ധിയായ ജീവൻ, സോയ ലൈഫ് എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ആ ഒരു സമൃദ്ധി
ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികവും മാത്രമാണെന്ന് ചിന്തിക്കരുത്. ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഭൗതിക വിഷയങ്ങളിൽ മാത്രമാണെന്ന് ചിന്തിക്കരുത്. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. Behold, I will bring to it health and healing. Behold, I bring to it health and healing. I will heal them and I will reveal to them an abundance of peace and truth. Abundance of peace and truth. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി ഞാൻ വെളിപ്പെടും. സാമ്പത്തിക സമൃദ്ധി മാത്രം ഫോക്കസ്ഡ് ആകല്ല പ്രിയരെ. ഈ സമ്പത്തുള്ള പലർക്കും ഇല്ലാത്ത ഒരു സംഭവമാണ് സമാധാനം. പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒന്നാണ് സമാധാനം. മെഡിക്കൽ ഷോപ്പുകളിലോ ഹോസ്പിറ്റലുകളിലോ പോയി നമുക്ക് സർജറി ചെയ്ത് വെക്കാൻ കഴിയാത്ത, മരുന്ന് കഴിച്ചാൽ കിട്ടാത്ത ഒന്നാണ് സമാധാനം. ഈ ലോകത്തിലെ മതത്തിനും മനുഷ്യനും തരാൻ കഴിയാത്ത ഒന്നാണ് സമാധാനം. പക്ഷേ ദൈവവചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ സൗഖ്യമാക്കും എന്നുള്ളത് മാത്രമല്ല, I will reveal to them an abundance of peace and truth. ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി തരും. ആ സമൃദ്ധി വെളിപ്പെടും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ ഞായറാഴ്ച പകലിൽ കുടുംബങ്ങളിൽ സമാധാന സമൃദ്ധി വെളിപ്പെടട്ടെ. സമാധാന സമൃദ്ധി വെളിപ്പെടട്ടെ. കർത്താവേ, സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ, സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ, അസ്വസ്ഥരാക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവരിൽ നിന്ന് മാറിപ്പോകേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 3:1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. മറ്റൊന്നും വേണ്ട. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ, എന്നിലേക്കൊന്ന് വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കേട്ട വചനങ്ങൾ ആത്മാവും ജീവനുമാ കർത്താവേ. ആ ജീവന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവും നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഭയങ്കര ജീവൻ വെളിപ്പെടുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ചില മരണങ്ങളുമായി ജീവൻ കൂട്ടിമുട്ടുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ആ മരണത്തെ ജീവൻ തോൽപ്പിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇത് പ്രസംഗിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഞാനിത് പറയാൻ വന്നതല്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു വിധവയുടെ പൈതൽ മരിച്ച് ശവമഞ്ചവുമായിട്ട് ആ കുഞ്ഞിനെ അടക്കാൻ ആ വിധവയും നാട്ടുകാരും ഇങ്ങനെ പോവുകയാണ്. ഒരു ഫ്യൂണറൽ സർവീസ് കടന്നു വരികയാണ്. ആ ശവമഞ്ചത്തിൽ മരിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അടക്കാനായി അവർ പട്ടണവാതിൽക്കൽ വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ, എതിർവശത്തൂടെ ഇതാ സോയ ലൈഫ് കടന്നു വരികയാണ്. ജീവന്റെ ആത്മാവാകുന്ന ക്രിസ്തു കടന്നു വരികയാണ്. മരണവും ജീവനും കൂടെ ആ പട്ടണവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. മരണവും ജീവനും കൂടെ ആ പട്ടണവാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. ആ പട്ടണവാതിൽക്കൽ യേശു കർത്താവ് വരുന്നു. ശവമഞ്ചം ചുമന്നുകൊണ്ട് വരുന്നവർ ആ യേശുവിനെതിരെ വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു കർത്താവ് മഞ്ചത്തിൽ തൊട്ടു. യേശു കർത്താവ് മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ അവിടെ നിന്നു. മരിച്ചവൻ അകത്ത് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സോയ ലൈഫ്, ജീവൻ, മരണവുമായി കൂട്ടിമുട്ടുന്ന ജീവൻ. ഓ, മരണത്തിന് പിന്നെ അവിടെ ജയിക്കാൻ കഴിയത്തില്ല. മരണത്തിന് പിന്നെ അവിടെ ജയിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച, സകലത്തെയും ജയിച്ച കർത്താവിന്റെ ജീവൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ, വ്യക്തികൾ വെളിപ്പെടട്ടെ. നിന്റെ നിർജീവമായ ഗർഭപാത്രം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ, വിവാഹം കഴിഞ്ഞ് നാളുകളായിട്ടും മക്കളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, നിന്റെ നിർജീവമായ ഗർഭാശയത്തിലേക്ക് ഈ ജീവന്റെ വചനം
വചനം, ജീവന്റെ ആത്മാവ് ഈ നിമിഷം കടന്നു വരട്ടെ. ആ നിർജീവമായ അനുഭവങ്ങൾ മാറി അവിടെ ജീവൻ വ്യാപരിക്കട്ടെ. ഒരു ജീവനുള്ള പൈതലിനെ സ്വർഗത്തിലെ ദൈവം അവിടെ ഉരുവാക്കട്ടെ. ഈ നിലകളിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചേ, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. യേശു വന്നിട്ടുണ്ട് നിന്റെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നിട്ടുണ്ട് നിന്റെ അനുഭവങ്ങളെ മാറ്റാൻ. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂട്ടിമുട്ടുകയാണ്. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയുകയാണ് പ്രിയപ്പെട്ടവരെ, അഴിഞ്ഞു മാറുകയാണ്. യേശുവേ, ആരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ, ആരൊക്കെ ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നോ, ആരൊക്കെ ഈ ഒരു മൂവ്മെന്റിനെ വളരെ സീരിയസ് ആയി കാണുന്നു, ചിരിക്കുന്നവരല്ല, പരിഹസിക്കുന്നവരല്ല, കളിയാക്കുന്നവരല്ല, പുച്ഛിക്കുന്നവരല്ല, അവർക്കും ഇത് തിരിച്ചറിയാൻ നീ കൃപ കൊടുക്കണം. എന്നാൽ ഈ ഒരു മൂവ്മെന്റിനെ എത്ര പേർ സീരിയസ് ആയി കാണുന്നുവോ, പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ, ജീവന്റെ അംശങ്ങളില്ലാതിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചപ്പോൾ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായതുപോലെ, ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ സകലതും സൃഷ്ടിക്കപ്പെട്ടതുപോലെ സമർത്ഥിയായ ജീവൻ ഇവരിലേക്ക് വെളിപ്പെടട്ടെ. സമർത്ഥിയായ ജീവൻ ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. സമർത്ഥിയായ ജീവൻ ഇവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. സമാധാന സമൃദ്ധി ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. സമാധാന സമൃദ്ധി, സ്വസ്ഥത സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ആരോഗ്യം സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ജീവൻ സമർത്ഥമായിട്ടുണ്ടാകട്ടെ. സന്തോഷം സമർത്ഥമായിട്ടുണ്ടാകട്ടെ. എല്ലാ ഡിസ്കറേജ്മെന്റ് സ്പിരിറ്റുകളും, എല്ലാം നിരാശപ്പെടുത്തുന്ന ആത്മാവും, എല്ലാം തകർക്കാൻ നിൽക്കുന്ന ആത്മാവും യേശുവിന്റെ നാമത്തിൽ, എല്ലാ ഫിയറും, എല്ലാ ഭയത്തിന്റെ ദുരാത്മാവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പത്രോസിന്റെ പടകിലേക്ക് വന്നവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. തിബരിയാസ് കടൽക്കരയിൽ വന്നവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരികയാ.